നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഏതായാലും മാസപ്പടി കേസിൽ ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് വീണ വിജയനും ശശിധരൻ കർത്തയുമാണ്. SFIOയുടെ അന്വേഷണം നടക്കുമ്പോൾ ഒരുപക്ഷെ വീണ വിജയനൊക്കെ രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചിരുന്നത്. അതിന് കാരണം സാധാരണഗതിയിൽ കമ്പനികൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഡീൽ നടന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീലിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ അതിൽ പിഴയടച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ആ സംവിധാനം കഴിഞ്ഞ ശേഷവും പിഴയടച്ച് GST അടച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്ന് നമുക്കേവർക്കും വ്യക്തമായതുമാണ്. ഏതായാലും കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ട് എന്ന വിശദമായ തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED കൂടി ഇതിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം SFOയുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ED കോടതിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഏതായാലും ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് EDക്ക് SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് നൽകുകയും പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. അതോടുകൂടി തന്നെ ഇതിൻ്റെ പിന്നിലുള്ള അഴിമതി, ആ അഴിമതി എന്താണെന്ന് കണ്ടെത്താനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് EDക്ക് പോകാം. അപ്പോൾ ഇത്രയും കാലം ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് വീണ വിജയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് തന്നെ വേട്ടയാടുന്നതെന്നൊക്കെ പറഞ്ഞു വെക്കാനായിരുന്നു ശ്രമമുണ്ടായിരുന്നത്. ഒരുപക്ഷെ EDയുടെ അന്വേഷണം കഴിയുമ്പോൾ പിണറായി വിജയൻ പോലും പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കേസിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ വീണ വിജയനേക്കാൾ ഉപരി പ്രതിയാകേണ്ടത് പിണറായി വിജയനാണ്. ഇവിടെ സാങ്കേതികപരമായി നോക്കിയാൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഡീലും ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത് എന്നതും സാങ്കേതികമായി നോക്കിയാൽ തീർച്ചയായും അതിൽ വീണ വിജയൻ പ്രതിയാകും. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയൻ പ്രതിയായിട്ടുള്ളത്. എന്നാൽ സാങ്കേതികത മാറ്റി നിർത്തി ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ശശിധരൻ കർത്തയ്ക്ക് ഏതോ തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആവശ്യമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവശ്യമുള്ളതുകൊണ്ട് നൽകാത്ത സേവനത്തിന് മകളുടെ കമ്പനി വഴി പണം നൽകാനുള്ള ശ്രമം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മകൾക്കൊരു കമ്പനി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കടലാസ് കമ്പനി, പലപ്പോഴും പലരും കടലാസ് കമ്പനികൾ ഇത്തരത്തിൽ ഉണ്ടാക്കുന്നത് എന്തിനാണ്? തീർച്ചയായും ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ അത്തരം കമ്പനികൾ, ചെറിയ കമ്പനികളാണെങ്കിലും വലിയ കമ്പനികളാണെങ്കിലും, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു 3 ലക്ഷം രൂപ ഒരാൾക്ക് ശമ്പളം കൂടാതെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ അയാൾക്ക് ED നോട്ടീസ് നൽകിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാപകമായി പരിശോധനകൾ ED നടത്തുന്നുണ്ട് എന്നാണ്. എല്ലാവരുടെയും അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കള്ളപ്പണം തടയുന്നതിൻ്റെ ഭാഗമായി മോദി സർക്കാർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളുടെ ഭാഗമായിരുന്നു ഇത്തരത്തിലുള്ള നിരീക്ഷണമെന്ന് നമുക്കറിയാം. ഇവിടെ ബാംഗ്ലൂരിലെ ROC കണ്ടെത്തുന്നു വീണയുടെ കമ്പനിയിലേക്ക് അനധികൃതമായി പണം വന്നിട്ടുണ്ടായിരുന്നു. അത് 1,72,00,000 രൂപയായിരുന്നു. പിന്നീട് SFIO അന്വേഷണത്തിലെത്തുന്നു. SFIO അന്വേഷണത്തിലെത്തുമ്പോഴാണ് ഇത് 2,72,00,000 എന്ന രീതിയിലേക്ക് കൃത്യമായ കണക്ക് കൈവരുന്നത്. ഇനി ഇതല്ലാതെ അക്കൗണ്ടിലൂടെ, അന്ന് എനിക്ക് തോന്നുന്നു അക്കൗണ്ടിൽ എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം ആ പണം അക്കൗണ്ടിലേക്ക് വന്നത്. അക്കൗണ്ടിലല്ലാതെ കരിമണൽ കർത്ത ആർക്കാണ് പണം നൽകിയത്, ഏതൊക്കെ തരത്തിലുള്ള പണം നൽകിയിട്ടുണ്ട്, അതുപോലെ ഒരു മാസപ്പടി ഡയറി കിട്ടിയിരുന്നു. ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ PV എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതായാലും ഈ സേവനങ്ങളൊക്കെ കണക്ക് കൂട്ടുമ്പോൾ, വീണയുടെ കമ്പനിയിലേക്ക് പണം വന്നതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ പേരെഴുതുന്ന കൂട്ടത്തിൽ ചുരുക്കപ്പേരായി PV എന്ന് എഴുതാവുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അതുമാത്രമല്ല അതുമായി ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ, പ്രത്യേകിച്ച് കമ്പനിയുമായി ബന്ധപ്പെട്ട മകളുടെ കമ്പനി എന്ന രീതിയിൽ PV തന്നെയാകാനുള്ള സാധ്യത, പിണറായി വിജയൻ തന്നെയാകാനുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഏതായാലും ഇനി വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനോട് അനുമതി തേടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ അനുമതി തേടലിൻ്റെ ഭാഗമായി അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും വീണയ്ക്കടക്കം പ്രതിരോധം തീർക്കാൻ ഇനി CPMന് കഴിയില്ല. എത്ര രാഷ്ട്രീയ പ്രതിരോധം തീർത്താലും ഇതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി തന്നെ വീണ വിജയൻ പ്രതിയാകുന്നു. ഒപ്പം ഒരുപക്ഷെ അന്വേഷണം കൂടുതൽ വ്യാപകമായി പോകുമ്പോൾ പിണറായി വിജയൻ പോലും പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും വീണ വിജയനെ അടുത്ത ദിവസത്തായി കാണുന്നില്ല. കഴിഞ്ഞ ദിവസം CPMന്റെ മധുര പാർട്ടി കോൺഗ്രസിലായിരുന്നു അവസാനമായി ഉണ്ടായിരുന്നത്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട ഒരു പ്രതിനിധി പോലും ആയിരുന്നില്ലെങ്കിലും പിണറായി വിജയന്റെ മകൾ എന്ന പരിഗണന കിട്ടിയതുകൊണ്ട് അവിടെ പാർട്ടി കോൺഗ്രസിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചവർക്ക് അതിനുശേഷം അവരെ കാണാനില്ല. ക്ലിഫ് ഹൗസിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയപരമായും നിയമപരമായും ഒക്കെ നേരിടും എന്ന് പറയുമ്പോൾ ഇപ്പോൾ EDയെ അല്ലെങ്കിൽ അത്തരത്തിൽ EDയെ പോലൊരു ഏജൻസിയെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പറയാം എന്നല്ലാതെ തത്വത്തിൽ ഇത് സത്യമായ കേസാണെന്നും ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം രാഷ്ട്രീയ പ്രതിരോധം പിണറായി വിജയന് തീർക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്.
കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയാൽ തീർച്ചയായും ഉടനെ തന്നെ വീണയെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ശശിധരൻ കർത്ത അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുമുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. ഉടൻ തന്നെ വീണ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണ വിജയൻ ഇപ്പോൾ ഒളിവിലാണോ എന്ന് പോലും ചിലർ സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില വാർത്തകൾ പോലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ ഓൺലൈനുകളിലുമൊക്കെ പലരും പറഞ്ഞും സംശയം പ്രകടിപ്പിച്ചുമൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു തീരുമാനത്തിലെത്തും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ വിജയൻ ജയിലിലേക്ക് തന്നെ പോകാനും പിണറായി വിജയൻ പ്രതിയാകാനുമുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.